Ahora hay que venir. അപ്പോൾ ഗൈസ് നമ്മുടെ പള്ളിങ്ങടി ഏകദേശം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെ പള്ളിങ്ങിൻ്റെ സെഗ്മെൻറ്റ് ഇതാ ഇവിടെ കഴിയുകയാണ്, അവസാനിക്കുകയാണ്. മെയിനായിട്ട് റൂഫിൻ്റെ വർക്കിനകത്ത് വരുന്നത് ലാസ്റ്റ് വരുന്ന സെഗ്മെൻറ്റാണ് പള്ളിങ്ങടിക്കുക എന്ന് പറയുന്നത്. ഈ പള്ളിങ്ങടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഇടപാടാണ്. പിന്നെ ആ കോർണറുണ്ടല്ലേ, ഒരു കാല് മുന്നോട്ടെടുത്ത് വെച്ച് ഒരു കാല് പുറകോട്ട് വെച്ച് തോതൊക്കെ കയറ്റി വെച്ച് അതിൻ്റെ ലെവലൊക്കെ നോക്കി നെഞ്ചത്തോട്ടൊക്കെ കയറ്റി പള്ളിങ്ങടി എളുപ്പം. പക്ഷേ ഈ വെള്ളിങ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ എറണാകുളത്ത് നാളെ കൊണ്ടുവന്ന് വേണം ആ വെള്ളിങ് പിടിച്ചു നോക്കാനായിട്ട്. ഇത്രയും പണി അരമണിക്കൂർ കൊണ്ടായിരിക്കും ഒരു പള്ളിങ് സെറ്റ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇടങ്കാലും വലങ്കാലും ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് പള്ളിങ് സെറ്റ്. അപ്പം നമ്മുടെ പള്ളിങ്ങിൻ്റെ പരിപാടി ഏകദേശം ഈ ഭാഗത്തെ പള്ളിങ്ങിൻ്റെ പരിപാടികൾ ഏകദേശം അപ്രോക്സിമേറ്റ് കഴിയാറായിട്ടുണ്ടെങ്കിൽ ആ കോർണർ ഭാഗത്ത് ഒരു ചെറിയ എത്ര പീസ് വെക്കണ്ട, 2 പീസ് വെക്കാനുണ്ട്. 2 പീസിലേക്ക് കൂടെ വെക്കുക. പിന്നെ ഉള്ളത് ടച്ചപ്പ് ചെയ്യാന്നുള്ളതാണ്. ടച്ചപ്പും പെയിൻറ്റും ഒക്കെ ചെയ്യുന്ന ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കി നിർത്തുക എന്നുള്ളതാണ്. സെറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ ഓൾറെഡി റൂഫിൻ്റെ സ്ട്രക്ചർ വർക്ക് ഏകദേശം കംപ്ലീഷൻ ആവും. ഇത് സിംഗിൾ ആടെ വണ്ടി മാറ്റിയാലും കുഴപ്പമില്ല. ഈ താഴെ വന്ന് വണ്ടി നിന്ന് കത്തരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ആത്മാർത്ഥത ആളുകൾ അങ്ങനെ ഡേ നമ്പർ 3 ഇതാണ് 3. അപ്പോൾ 3ാമത്തെ ദിവസത്തെ വർക്കൗട്ട് ഫാബ് ടെക്കിൻ്റെ ടീം വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് നിൽക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച അല്ലെങ്കിൽ കാണിച്ച് അവസാനിപ്പിച്ച പോലെ റാഫ്റ്ററിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് നീറ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത ദിവസം മുതൽ പർലിങ് നമ്മൾ അടിക്കാൻ പോവുകയാണ്. പർലിങ്ങിൻ്റെ അടിയെല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തുടങ്ങിയെന്നല്ല, തീർന്നിട്ടുണ്ടെന്നാണ്. പർലിങ്ങിൻ്റെ അടിയെല്ലാം അവിടെ തീർന്നു. അപ്പം കുറച്ചുകൂടെയൊക്കെ മെയിൻ്റനൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളുടെ വർക്കാണ് ഇപ്പോൾ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ചെയ്യാനും ഒരു പീസ് കൂടെ അടിക്കാനുണ്ട്. വീഡിയോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പർലിങ്ങിൻ്റെ സെഗ്മെൻ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇതാണ് അവിടെ. അപ്പം
പല്ലിങ്ങിൻ്റെ അടി ഏകദേശം ഈ സെക്ഷനിലെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഭാഗത്തെ സെക്ഷൻ്റെ പല്ലിങ്ങിൻ്റെ അടിയെല്ലാം തീർന്ന് എല്ലാം ഇനി എന്തോ ടച്ചപ്പ് ഉണ്ട്. ഇനി ഫുള്ളൊന്ന് വെൽഡ് ചെയ്യാനുണ്ട്. വെള്ളിങ്ങില്ലേ? വെള്ളിങ് കഴിഞ്ഞോ? അപ്പോൾ വെള്ളിങ് കഴിഞ്ഞു. വെള്ളിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടച്ചപ്പൊക്കെ അടിച്ച് കുറച്ച് അത് ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. അടുത്ത സെക്ഷനിലൊന്ന് പോയി അടുത്ത സെക്ഷനിലെ വർക്കിന് തുടങ്ങണം. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഒന്ന് കംപ്ലീഷൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള 2-3 ടൈപ്പ് ഓഫ് റൂഫിംഗ് സെഗ്മെൻറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഒന്നാണ് ഗേബിൾ റൂഫിങ്, ഹിപ്പ് റൂഫിങ്, വൺ സൈഡ് നോർമൽ റൂഫിങ്. പിന്നീട് വരുന്നതൊക്കെയും ഈ കാർ പോർച്ച് വരുന്നുണ്ട്. അത് റെയിൻബോ റൂഫിങ്, പോളികാർബണേ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വേരിയൻറ്റുകൾ അത് വേറെ വരുന്നുണ്ട്. പക്ഷേ റൂഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് മെയിനായിട്ട് ഷീറ്റിലായാലും ഓടിലായാലും നമുക്ക് മെയിനായിട്ട് 2-3 ഐറ്റംസ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് നമ്മൾ മെയിനായിട്ട് കേരളത്തിലുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഗേബിൾ റൂഫാണ്. ഓക്കെ, വൺ സൈഡ് സ്ലോപ്പ് ആണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെറിയൊരു കെർവിങ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഗേബിൾ എന്ന് വിളിക്കാം. ഒരു ഗേബിൾ ടൈപ്പ് റൂഫിംഗ് ആണ് ചെയ്യുന്നത്. വൺ സൈഡ് സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭിത്തിയിൽ നിന്ന് വൺ സൈഡ് മാത്രം ഇറക്കും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഷീറ്റോ സ്ട്രെച്ചറോ ഒന്നും പോകാതിരിക്കുന്ന റൂഫിങ്ങിനെ വൺ സൈഡ് സ്ലോപ്പിംഗ് ഉള്ള റൂഫിംഗ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള 2 കാറ്റഗറി എന്ന് പറയുന്നത് ഗേബിൾ റൂഫിങ്ങും വൺ സൈഡ് സ്ലോപ്പ് റൂഫിങ്ങുമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹിപ്പ് റൂഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാ കാണുന്ന വീട് കണ്ടോ, ഓടിട്ട് വിരിച്ചു വെച്ചിരിക്കുന്നത്, അത് ഓൾറെഡി ഹിപ്പ് റൂഫാണ്. അതായത് കൂര വർക്കാണ്. കൂരയും ഒക്കെ വരുന്ന പഴയ കാലത്തെ തറവാടുകളും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ് ഹിപ്പ് റൂഫൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പം എല്ലാം എന്താ പറയുക, കണ്ടംപററി സ്റ്റൈലിലൊക്കെ വീടുകളൊക്കെ ചെയ്ത് സ്ക്വയർ ഷേപ്പിലാക്കി പാറ്റേണിലൊക്കെ ആക്കി അങ്ങ് ചെയ്യുന്നു എന്നുള്ളൂ. മിക്കവാറും ഇവിടെ ആണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിൽക്കുന്ന സൈറ്റിലാണെങ്കിൽ ഫുൾ ഗേബിൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എങ്ങും ഒരു കൂര പോലെ വരുന്ന ഒരു പോർഷൻ ഇത് ഈ വീടിനില്ല. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നതും ഗേബിളാണ്. ആ ഗേബിൾ സെക്ഷനകത്ത് തന്നെ ഡിസൈൻസ് കൊടുക്കാം, ഗ്ലാസ് കൊടുക്കാം, കുറേ അധികം പാറ്റേൺസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയാകുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആധുനിക ലോകം അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ചിലവേറിയമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് ഹിപ്പ് റൂഫിംഗ് എന്നുള്ളത്. ഓടിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈൽ റൂഫാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും പ്രശ്നമുണ്ടാവില്ല. പക്ഷേ ഷീറ്റിൻ്റെ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, ഷീറ്റ് റൂഫാണ്, മൊറാലിയത്തിൻ്റെ എല്ലാം അലുമിനിയം റൂഫിംഗ് ആയാലും GA റൂഫിംഗ് ആയാലും അലൂസിങ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ആണെന്ന് പറഞ്ഞാലും ഷീറ്റിൻ്റെ റൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കോസ്റ്റിലേക്ക് അത് മിക്കവാറും മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗേബിൾ റൂഫിങ്ങിൻ്റെ കൊട്ടേഷൻ എടുക്കുമ്പോഴും ഹിപ്പ് റൂഫിൻ്റെ കൊട്ടേഷൻ എടുക്കുമ്പോഴും റേറ്റുകൾ തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ടാകാറ്. എപ്പോഴും ഹിപ്പ് റൂഫിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഓൾറെഡി നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സൈറ്റിൻ്റെ മെഷർമെൻറ്റ് ആ സൈറ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്തപ്പോഴും സ്ഥലത്തിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് ഞങ്ങൾക്ക് ആ പേയ്മെൻറ്റാണ് നിങ്ങൾ തരേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് ഓൾറെഡി. പക്ഷേ മെറ്റീരിയൽ എടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആ സ്ക്വയർ ഫീറ്റിനേക്കാളിൽ കൂടുതൽ അളവിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് വരും. കാര്യം ഹൈപ്പ് റൂഫ് വരുമ്പോഴത്തേക്കിന് കോടിയും ചുഴിപ്പാത്തി എന്ന് പറയുന്ന ഏരിയകളൊക്കെ വരുമ്പോഴത്തേക്കിന് അവിടെ എല്ലാം ഷീറ്റ് കട്ട് ചെയ്ത് തരണം. നമുക്ക് ഒരിക്കലും ആ ഡിഗ്രിയിൽ കട്ട് ചെയ്ത ഷീറ്റ് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എപ്പോഴും സ്ട്രൈറ്റ് ട്രൈ സ്ക്വയറുള്ള ഷീറ്റുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുകയും ബാക്കി കട്ടിങ് വരുന്ന ഷീറ്റ് ഒരു 40% അത് വേസ്റ്റേജ് തന്നെയാണ് പോകുന്നത്. അത് ആ വേസ്റ്റായി പോകുന്ന ആ ഷീറ്റും നമ്മൾ കടയിൽ നിന്ന് പണം കൊടുത്ത് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരു പക്ഷേ മനസ്സിലായോ? അങ്ങനെ വരുന്നുള്ളത് തന്നെയാണ് ഗേബിൾ റൂഫിങ്ങും ഹിപ്പ് റൂഫിങ്ങും തമ്മിൽ വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും ചില സമയങ്ങളിലാണ് വലിയ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാകുന്നത്. ഈ ടൈൽ പ്രൊഫൈൽ ഷീറ്റുകളുണ്ട്. ടൈൽ പ്രൊഫൈൽ ഷീറ്റുകൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാകുന്നത്. സാധാരണ ട്രാൻസ്പറൻ്റ് അല്ല, ട്രഫോർഡ് ഷീറ്റുകൾ, GA ആണെങ്കിലും അലൂമിനിയത്തിനാണെങ്കിലും സാധാരണ ട്രഫോർഡ് ഷീറ്റുകൾ വരുമ്പോൾ പ്രശ്നം ഉണ്ടാകത്തില്ല. മാക്സിമം ഈ കട്ടിങ് വേസ്റ്റ് വരുന്നത് നമുക്ക് ജോയിൻ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ എന്നാൽ ടൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടൈൽ പ്രൊഫൈൽ ഷീറ്റുകൾ, അതായത് സെറാമിക് ടൈലിൻ്റെയും അല്ലെങ്കിൽ ഓടിൻ്റെ ഷേപ്പിലൊക്കെ പഞ്ച് ചെയ്ത് രൂപത്തിൽ വരുന്ന ഷീറ്റുകളുണ്ട്. ആ ഷീറ്റുകൾ നമുക്ക് ഒരിക്കലും ഡിഗ്രി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് നമുക്ക് റീയൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് വേസ്റ്റിലേക്ക് അത് കളയാനേ കഴിയത്തുള്ളൂ. അതും ടൈൽ പ്രൊഫൈലുള്ള ഷീറ്റുകൾക്ക് നമ്മുടെ നോർമൽ ഷീറ്റുകളെക്കാൾ 2 ഇരട്ടി വിലയുമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ലോസേജ് പലപ്പോഴും അവിടെ ക്ലയൻറ്റുകൾക്ക് സംഭവിക്കാറുണ്ട്. ക്ലയൻറ്റുകൾക്കല്ല, അത് ലേബറിൽ വർക്ക് കൊടുക്കുമ്പോൾ ക്ലയൻറ്റുകൾക്കും ഫുൾ ഉടമ്പടിയിൽ ഫുൾ കൊട്ടേഷനായിട്ട് ആൾക്കാരിലെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുമ്പോൾ അവർക്കും വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടാകാറുണ്ട്. അതിനാണ് ചിലപ്പം ഇവർ റേറ്റ് കുറച്ചൊക്കെ ഒരു 5 രൂപയോ 6 രൂപയോ 10 രൂപയൊക്കെ അവർ റേറ്റ് കയറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. കാര്യം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല ഒരിക്കലും. അതുകൊണ്ട് അതാണ് സാധാരണ റൂഫിങ്ങിൻ്റെയും ഗേബിൾ റൂഫും വൺ സൈഡ് റൂഫും ചെയ്യുന്ന റേറ്റിൽ ഒരിക്കലും നമുക്ക് ഹിപ്പ് റൂഫ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിനകത്ത് ശരിക്കുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ ചെയ്യാൻ എളുപ്പമുള്ളത് ഗേബിൾ വർക്കാണ്.
ഗേബിൾ ഡബിൾ സൈഡാണ്. ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് കടയിൽ നിന്ന് എടുക്കുന്ന സൈസിൽ തന്നെ നമുക്ക് ആ ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ മെറ്റീരിയൽസും ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതും പർലിങ്സ് ഉപയോഗിക്കുന്നതും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യമില്ലാതെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ സൈറ്റിൽ നമുക്ക് വേസ്റ്റേജ് ഉണ്ടാകുമോ ഒന്നും നമുക്ക് ചെയ്യത്തില്ല. അതാണ് ഈ 3 റൂഫിങ്ങുകൾ തമ്മിലുള്ള വലിയ തരത്തിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ സമയത്തേ ഉള്ളൂ എനിക്കത് പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് ഈ രണ്ടോ മൂന്നോ രീതിയിലുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് അത്രയും വേരിയേഷൻ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ചിന്തിച്ചോണം. ഈ പ്രൂഫിന് എപ്പോഴും നല്ല രീതിയിൽ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. അത് കട്ടിങ് ഒരുപാട് വേസ്റ്റേജ് ചിലവുണ്ട്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റും ഈ പറയുന്നത് പോലെ തന്നെ പണി ഒത്തിരി കൂടുതലാണ്. സാധാരണ ചെയ്യുന്നതിനേക്കാൾ സാധാരണ ഗേബിൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഗേബിൾ പ്രൂഫ് ചെയ്യാനായിട്ട് 3 ദിവസമോ 4 ദിവസമോ നമുക്ക് ചിലവഴിച്ചാൽ മതിയെങ്കിൽ ഈ പ്രൂഫ് വരുമ്പോഴത്തേക്കിന് അത് നേരെ 6 ദിവസവും 8 ദിവസവും ഒക്കെ ആയിട്ട് അത് മാറും. പക്ഷേ സ്ക്വയർ ഫീറ്റ് ഏരിയ അത്രേ കാണത്തുള്ളൂ. 1000 സ്ക്വയർ ഫീറ്റ് ഗേബിൾ ചെയ്താലും 1000, പ്രൂഫിങ്ങിൻ്റെ നമുക്ക് ഹിപ്പ് പ്രൂഫ് ചെയ്താലും പക്ഷേ 1000 1200 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും മൊത്തം വരുന്നത്. വന്നാൽ തന്നെയും ഈ തമ്മിലുള്ള വേസ്റ്റേജ് പോകുന്ന വ്യത്യാസം, പണിക്കൂലിയിലുണ്ടാകുന്ന വ്യത്യാസം, ടൈമിൻ്റെ വ്യത്യാസം, കയറി ചെയ്യാനുള്ള ആക്സസ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വ്യത്യാസം, ഇതൊക്കെ കൂടി കണക്ക് കൂട്ടുമ്പോൾ റേറ്റിനകത്തുള്ള ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അതും കൃത്യമായിട്ട് തന്നെ അത് പഠിക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് റേറ്റ് ഓവറായിട്ട് ഇട്ട് മേടിക്കുന്നവർക്ക് വർക്ക് കൊടുക്കാതെ ന്യായമായിട്ട് മാർക്കറ്റിൽ ഒരു ന്യായമായ റേറ്റ് ഉണ്ട്. ആ റേറ്റ് വെച്ച് കോട്ട് ചെയ്യുകയും നിങ്ങൾക്ക് കംഫർട്ടബിൾ ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൊടുക്കാം. ഇതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിങ്ങി അടിച്ച് തീരാറായി. ഇനി കുറച്ച് ഇവിടെ കയറി നിന്ന് ചെയ്യാനുള്ള ആക്സസ് കുറവാണ്. അതുകൊണ്ട് കുറച്ച് നോക്കി കണ്ടുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർ ആ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ അതേം പറഞ്ഞ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് ചെയ്യട്ടെ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.